ഒരു സ്പൂണോടെ തരണം, വിരലിട്ടിളക്കാൻ പറ്റില്ല. ഫാൻസ് ഉണ്ടോ? ഇവര് സോഷ്യൽ മീഡിയ സ്റ്റാറുകൾ. നീ എങ്ങനെ എന്ത് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പറഞ്ഞ. നേരത്തെ സിജു കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു ചെറുതായിട്ടൊക്കെ എഴുതുന്നു. ഇതാണ് സാർ. അപ്പൊ യുവമാരൊന്നും പണക്കാൻ പാടില്ല. ഞാൻ പണക്കില്ല. നീ അനുസരിച്ച് അച്ഛനെയൊക്കെ ഓക്കെ, പക്ഷെ ആ ലുക്കൊന്നും ഇല്ല. അച്ഛൻ്റെ ചായ ഇല്ല, അമ്മയുടെ ചായ ഇല്ല, പിന്നെ രണ്ടുമില്ല. അവിടെ ചെറിയ ഷൂട്ടിന്റെ പുറത്ത് ചെറിയ സംസാരമൊക്കെ ഉണ്ടായി. എന്റെ മോളും അല്ല, അശ്വതിയുടെ മോളും അല്ല. ബൈച്ചേട്ട എപ്പോഴും വീട്ടിലും കാണും ഇങ്ങനെ. കാരണം ബൈച്ചേട്ടനെ പോലെ ഇരിക്കുന്നത്. നുണക്കോഴിയില്ല ഷൂട്ടിങ് നടന്നു. ബൈച്ച നമ്മളെല്ലാം കോമ്പിനേഷൻ. അപ്പൊ ബേസിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ വന്നത്? നീ ഇതെങ്ങനെ ഡബ്ബ ഇവിടെ? അവന് പറ്റും. നീ ഇതെങ്ങനെ ഡബ്ബ ഇവിടെ? അതൊക്കെ ഞാൻ ചെയ്യും. എന്തൊരു സ്പീഡല്ലേ! ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഡയലോഗ് പറയുന്ന ആളവനാണ് ഇപ്പൊ മലയാള സിനിമയിൽ. രാജമൗലി അദ്ദേഹത്തിന്റെ അടുത്ത പാൻ ഇന്ത്യൻ പടത്തിൽ ഒരു പ്രധാന വേഷത്തിനായിട്ട് ബൈജു ചേട്ടനെ വിളിക്കാം. രാജമൗലി ഒരിക്കലും എന്നെ വിളിക്കില്ല, അത് പോട്ടെ. രാജമൗലി എന്ന് പറഞ്ഞാൽ ഞങ്ങളും ചാവുമൊന്നുമില്ല കേട്ടോ. അയ്യോ രാജമൗലി എന്നെ ഉടനെ ഫോൺ എടുത്തിട്ട് രാജമൗലി എന്നെ വിളിച്ചാണ്, അത് ഞാൻ പറയുന്നില്ല ആരുടെ അടുത്ത്. ഞാൻ പാലക്കാട് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തീർന്നാലേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പാലക്കാട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇവിടെ കുട്ടിക്കാലത്തൊരു ചെറിയൊരു ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഡേറ്റിൻ്റെ കാര്യം. അതായിരിക്കും. എനിക്കോ? ഇതിനാണെങ്കിൽ ഒറ്റയ്ക്ക് അഭിനയിക്കും രാജമൗലിയിലൂടെ. ഇപ്പൊ ഈ സിനിമയിൽ പറയുന്നത് നമ്മളിപ്പം ഒരു ഫോൺ കോൾ വരും. ചേട്ടാ ഇത് ഫോൺ വിളിക്കുന്ന സീനാണ്, ഓക്കെ. പക്ഷെ അത് ആരാണ് നമ്മൾ ചോദിക്കില്ല. ഹലോ, ആടാ അവിടെ വന്നിട്ട് അത് എത്ര മണിക്ക് എത്തും? ഓക്കെ ഓക്കെ ഓക്കെ. സിനിമ കാണുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. ചിലപ്പോ മമ്മൂക്കായിരിക്കും. അരുൺ എന്ത് കഥാപാത്രം എനിക്കറിയില്ല. അണ്ണനറിയോ? ഞാൻ ഇവനെ സെറ്റ് കണ്ടിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ മായകനാണ് നീ ഒറ്റയ്ക്ക്. ഈ ബസ്സിന്റെ സമയത്തും ബന്ധുവില്ലാതെകൾ നിങ്ങൾ പറഞ്ഞിട്ട് പോസ്റ്റർ നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, ചിരിയാണ്, വിഷമൊന്നും കാണുന്നില്ല. എനിക്ക് ദുഃഖമുണ്ട്. ഞാനൊരു ഔട്ട്സൈഡറാണ്, എന്നാൽ പോലും എനിക്ക് ദുഃഖമുണ്ട്. ആ മരണത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. അരുൺ എന്ത് കഥാപാത്രം എനിക്കറിയില്ല. അണ്ണനറിയോ? ഞാൻ ഇവനെ സെറ്റ് കണ്ടിട്ടുണ്ട്. ഞാനില്ല. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് യൂണിറ്റ് പാക്കപ്പ് ചെയ്ത് വിട്ടതിന് ശേഷം ആ ലൊക്കേഷൻ ഒന്ന് ഇരുന്നിട്ട് പോയെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ അതായത് വേറെ സിനിമയിലെ പ്രൊമോഷൻ വേണ്ടി വന്നതാണോ? അല്ല, ഇത് ഒരു വീട്ടിൽ ചുറ്റിപ്പറ്റിയ കഥയാണ്. ഞാൻ ആ വീട്ടില് ആ ഏരിയയിൽ ഇല്ല, അതുകൊണ്ടാണ് ഇവരാരും കാണാത്തത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ മായകനാണ് നീ ഒറ്റയ്ക്ക്. അപ്പൊ എന്തോ പ്രധാനപ്പെട്ട റോളാണ്, നമ്മൾ വിചാരിച്ച പോലെ അല്ല, പ്രധാനപ്പെട്ട റോളാണ്. ഞാൻ ആരെയും കണ്ടിട്ടില്ല ലൊക്കേഷനിൽ. ആകപ്പാടെ ഞാൻ പൂജയ്ക്ക് വന്നപ്പോഴത്തേക്ക് അന്നുണ്ടായിരുന്നവരെല്ലാം കണ്ടത് തന്നെ. പിന്നീട് എനിക്കുള്ള ഷൂട്ട് ഉണ്ടായിരുന്ന ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും. ഇന്ന് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉള്ള സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള രണ്ടുപേരാണ്. മിണ്ടാതിരിക്കെങ്കിലും വലിയ സംഭവമാണ് രണ്ടുപേരും. അയ്യോ ചേട്ടാ, ചേട്ടാ ഫാൻസ് ഉണ്ടോ? ഇവര് സോഷ്യൽ മീഡിയ സ്റ്റാറുകൾ. അല്ല അങ്ങനെയല്ല, എന്നെ കാണാൻ കൂടുതലുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ. സന്തോഷം. ഇത് പുഴുങ്ങി തിന്നാണെന്ന് നോക്കുന്നില്ല ഫാൻസ്. അപ്പൊ അതൊന്നും പോട്ടല്ലോ. നീ എങ്ങനെ ഫാൻസ് കിട്ടി? എന്ത് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പറഞ്ഞ. അല്ല അത് വെച്ചോട്ടാ വേറൊരു ഇതുണ്ട്. അതായത് നമ്മള് ചാനലിൽ നമ്മളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതി തരാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ സ്കിറ്റായിട്ട് ചെയ്യുകയും അത് ഹിറ്റാവുകയും നമ്മൾ സ്കിറ്റ് TV രൂപേണ നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇവരെ ഈ സോഷ്യൽ മീഡിയ ടീമിനെ ഞാൻ സംബന്ധിച്ച് അവർ സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും കഴിവുള്ളവരായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്, ഡയറക്റ്റ് ചെയ്യുന്നത്, അവർ തന്നെയാണ് അത് അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ അല്ലല്ല സീരിയസ്ലി അല്ലടാ അല്ലല്ല അത് അല്ല നിങ്ങൾ രണ്ടുപേരും കറക്റ്റായിട്ട് പറയാം. ഇവിടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ എല്ലാവരും ഉണ്ട്.
നീ ഉണ്ടോ അതിനകത്ത്? ഞാൻ വേറെ ഇപ്പം വേറെ രണ്ട് പരിപാടി. നേരത്തെ ഒന്നും ചേരിപ്പോ രണ്ടുണ്ട്. അല്ല ആദ്യം മുതൽ രണ്ട് തന്നെ. രണ്ട് ഗ്യാങ്ങാ, ഒരുപാട് ഗ്യാങ്ങുണ്ട്. ഞാൻ പിന്നെ ഒന്നും കുത്തിയിരുന്ന് കാണൂല കേട്ടോ, അതുകൊണ്ടാണത്. ഈ സിജുവും ജോമോനും ഒക്കെ ആദ്യം ജോമോനല്ല യൂട്യൂബും റീൽസും അങ്ങനെ വന്ന സിനിമയാണ്. അങ്ങനെ വന്നാ അവര് സ്വന്തമായിട്ട് കണ്ടന്റ്. അതല്ലേ നേരത്തെ സിജു കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞത്, ചെറുതായിട്ടൊക്കെ എഴുതുന്നത് ഇതാണ് സാർ. അപ്പൊ യുവമാരെ ഒന്നും പിണക്കാൻ പാടില്ലല്ലേ? ഞാൻ പിണക്കില്ല. പരിചയപ്പെട്ടൊരു സന്തോഷം. അസീസൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു അല്ലടാ, അല്ലല്ല, കാരണം എന്താ പറയാ, നമുക്ക് നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്ക് ഇൻസ്റ്റയിലും 500,000, യൂട്യൂബിലും 500,000 അടുപ്പിച്ചിട്ടുണ്ട്. 50 ലക്ഷം ഉണ്ട്. നമ്മൾ വിചാരിക്കണം 50 ലക്ഷമല്ല, 5 ലക്ഷം. ഇത്രയും കാലം അവരെന്തിനാ? എനിക്കില്ല 5 ലക്ഷം. എനിക്ക് 147 ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് 250 ഉള്ളൂ. 250? അത് എല്ലാം ബന്ധുക്കളൊക്കെ ഇല്ലേ കൂടുതൽ? ബന്ധുക്കള് എന്റെ വൈഫിന് തന്നെ 50 ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും? ഇപ്പൊ ഇവര് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, കോണ്ടന്റ് ക്രിയേഷൻ, കാരണം സിനിമ ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യം, ഇഷ്ടപ്പെട്ട പാഷൻ കാര്യങ്ങൾ ചെയ്യുന്നു, അത് രണ്ട് സിനിമയിൽ വരുന്നു. ഈ കാലഘട്ടത്തിലാണെങ്കിൽ, ഈ സോഷ്യൽ മീഡിയ ഉള്ള സമയത്ത്, സജീവമായിട്ടുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ ഇതേ പ്രായമാണെങ്കിലോ എങ്കിൽ ഞങ്ങൾ ഇതുപോലെ ചെയ്യും. കണ്ടന്റ് ഇടും. ഞാൻ ഇതിനേക്കാൾ കൂടുതൽ ചെയ്യും. ഉറപ്പല്ലേ? എന്തെങ്കിലും കണ്ടന്റ് ഇടും. ഞാൻ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവം എൻ്റെ ഉള്ള പടം കൂടെ കുറയും. അതുകൊണ്ട് ഞാൻ ഈ സജീവമാവുന്നില്ല. ഞാൻ ഇതിനൊക്കെ ചെയ്യാൻ ഒരാളാവശ്യം. എനിക്ക് ഈ ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്. ചിലപ്പോൾ ദേഷ്യം വന്ന് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിടും, പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ കുഴപ്പം ചെയ്യും. അതുകൊണ്ട് ഞാൻ അത്ര സജീവമല്ല ഇതിൽ. നിങ്ങൾ ഇന്ന കഥാപാത്രത്തിലെ ഹെയർ മുറിച്ചു പണ്ട്. ഈ പടത്തിനൊക്കെ എത്ര വർഷമായി? ഞാനൊരു 8 വർഷമായിട്ട് ഹെയർ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിപിൻ ദാസ് ചേട്ടൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഇതാണ്, എടാ നമുക്ക് നമ്മുടെ പടത്തിൽ ഒരു പുതിയ സുബിനെ കൊണ്ടുവന്നാലോ? ഞാൻ പറയുമോ ചെയ്യാം. മുടി വെട്ടിയാലോ? ഞാൻ പറയും മുടി വെട്ടാൻ ചേട്ടാ. ഞാൻ ഒരു നല്ല കഥാപാത്രം വരുമ്പോൾ വെട്ടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വെട്ടാം. അങ്ങനെ ഈ പടത്തിന് വേണ്ടിയിട്ട് ഞാൻ കടയിലല്ല പോയത്, ലൊക്കേഷനിൽ വന്നിട്ട് ബിപിൻ ദാസ് ചേട്ടനാണ് എൻ്റെ ഹെയർ അല്ല വെട്ടിയതൊന്നല്ല, വെട്ടിച്ചത്. ബിപിൻ ദാസ് ചേട്ടൻ പറഞ്ഞ കണക്കാണ് പുള്ളി ചെയ്തത്. പ്രൊഡ്യൂസർ ഡയറക്ടർ അല്ല, പ്രൊഡ്യൂസർ. എൻ്റെ ഞാൻ ആക്ച്വലി പടത്തിൻ്റെ ഷൂട്ടിനൊരു 3 ദിവസം മുമ്പാണ് ഇതിൽ ഇന്നാവുന്നത്. എനിക്ക് ഡയറക്ടർ ബിൻചേട്ടന് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്, അത് കുറച്ച് അത്യാവശ്യമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ബൈചേട്ടനുമായിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു വന്ന് നോക്കാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഈ പടത്തിൽ ബൈചേട്ടൻ്റെ കൂടെയാണ്. ഫസ്റ്റ് ഷോട്ടിൻ്റെ അതോ ഭയങ്കര ഉടക്ക സീനാ. ഇപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, ഞാൻ സെറ്റ് ചെന്നതിൻ്റെ അത് എന്നെ പരിചയപ്പെടാൻ പോലും വന്നില്ല. എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പേടിച്ചല്ല, ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയെന്ന് കുറേ പേരൊക്കെ. ഞാനൊക്കെ പുതിയ ഏതോ ഒരു ചെറുക്കം വന്ന് നിന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി, ആര് ഇവനെന്ത് കാര്യം? ഞാൻ ഇവനെ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ആ സീൻ എടുക്കുന്നവരെ തന്നെ ഇങ്ങനെ ഈ ഒരു സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇന്ന ആളാണ് ഞാൻ അതിലോട്ട് ഞാൻ ഇങ്ങനെ എന്നെ ആവാഹിക്കുകയായിരുന്നു അതിലോട്ട് വാർഡ് മെമ്പറായിട്ട്. ഒരു സ്പൂൺ കൂടെ തരണം, വിരലിട്ട് ഇളക്കാൻ പറ്റില്ല ഇത്. നമ്മൾ ആദ്യമായിട്ടാണ് അല്ലേ? ആദ്യം അങ്ങനെയൊന്നും തോന്നില്ല. സത്യം പറയാൻ ആദ്യം പേടി തന്നെയായിരുന്നു. അതും വേറൊരു കാര്യമാണ്, നമ്മൾ ഈ പടത്തിലെ ക്യാരക്ടർ എല്ലാവരും ഈ മരണപ്പെട്ട് വരുന്ന ഒരു പരിപാടിയായതുകൊണ്ട് എല്ലാവരും കുറച്ച് ഡൗൺ ആയിട്ടൊക്കെ നിൽക്കുന്നു. പക്ഷേ ബൈചേട്ടൻ്റെ ആ ക്യാരക്ടർ അതായതുകൊണ്ട് ബൈചേട്ടൻ വരുന്നതും ഒരു സ്വർണ്ണ വാച്ചും സ്വർണ്ണമാലയും കുറച്ചായിട്ട് ബൈചേട്ടൻ മാത്രമാണ് ഒരു പ്രൗഢിയായിട്ട് സെറ്റിലുള്ളത്. ബാക്കി എല്ലാവരും സിനിമയില് നല്ല വൃത്തിയുള്ള ഡ്രസ് ഇട്ടത് അതാ ഒരു ഡ്രസ്സേ ഉള്ളൂ കേട്ടോ, ഒരു കറുത്ത ഷർട്ടും ഒരു മുണ്ടും, ഡ്രസ്സൊന്നേ ഉള്ളൂ. എന്ത് പ്രൗഢിയായിട്ടും. അപ്പൊ പഴയ പേരൊക്കെ തിരിച്ചു വന്നോണ്ടിരിക്കുകയല്ലേ?
ആ പഴയ പേരുകൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഗരുഡൻ, ഇതൊക്കെ പഴയ സിനിമ പഴയ കാലഘട്ടത്തെ സിനിമയുടെ പേരല്ലേ. പിന്നെ അതുപോലെ ഈ അടുത്ത് വന്ന പിന്നെ ആവേശം ഇതൊക്കെ പഴയ സിനിമകളാണ്. അസിസ്റ്റന്റ് കരിയർ നോക്കുമ്പോഴേ ഓരോ സിനിമയുടെ കരിയർ തോറും കഥാപാത്രത്തിലേക്ക് ഒരു ഇമ്പോർട്ടൻസ് ആഗ്രഹിച്ചു വന്നൊരു മനുഷ്യനെ കിട്ടുമ്പോൾ അത്രയും സന്തോഷത്തോടെ ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോൾ മെച്ചപ്പെടുത്തണം. ഒരു ആക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു സിനിമ കിട്ടുമ്പോൾ ഒരു അല്ല, അത് ക്യാരക്ടർ വരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ രണ്ടാമത് അങ്ങനെ ആ ഭാഗ്യം നമുക്ക് വരുമ്പോൾ അതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുക, അതിനെ നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. സ്വീകരിക്കുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുക എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറം വേറെ സെലക്ഷൻ ഇപ്പം അങ്ങനെ സെലക്ഷൻ അങ്ങനെ ഇല്ല. നല്ലത് വന്നാൽ സ്വീകരിക്കും. പറ്റുന്നത് ഇനി പറയണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ എഞ്ചിനീയറൊക്കെ വരും. അതൊന്നും പറ്റാത്ത റോളാണ്. നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം. ഡോക്ടറായിട്ട് അഭിനയിക്കരുത്. പിന്നെ ശാസ്ത്രജ്ഞൻ, ഞാൻ അതേ പറഞ്ഞു. വേറൊരു ടോക്ക് ഷോയിൽ ഞാൻ പറഞ്ഞു ശാസ്ത്രജ്ഞനായിട്ടൊന്നും അഭിനയിക്കാൻ ഫേസ് കട്ടിൽ ശാസ്ത്രജ്ഞനില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കവിയായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റില്ല. എൻ്റെ മുഖത്തൊരു കവിയുണ്ടോ? ഇല്ല. ജസ്റ്റ് ഒരു ഡോക്ടറായിട്ടൊക്കെ എനിക്ക് MBBS MD DM അതൊന്നും പറ്റില്ല എനിക്ക്. MBBS കഴിഞ്ഞ ഒരു ഡോക്ടർ ഓക്കെ. അതെ, എന്നിട്ട് നേരത്തെ പറഞ്ഞത് നിനക്കത് പറ്റില്ല. ഡോക്ടറുടെ എഞ്ചിനീയർ ശാസ്ത്രം നിന്റെ മുഖത്ത് നോക്കി അബ്ദുൽ കലാമിനൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് ബൈച്ചേട്ടൻ പറഞ്ഞത് പറയാം, എടാ എനിക്കും അതാണ്, ഞാൻ ഒരു ഡാൻസറായിട്ട് വന്നാൽ നീ എന്ത് അംഗീകരിക്കോ? ചെറുതായിട്ടൊക്കെ ചെയ്യും. അത് എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. നമ്മളെ ഒരു ചെറിയ കഥനെ വലിയ കഥകളാക്കി സംസാരിക്കാൻ സ്റ്റേജിൽ ഗംഭീരമായ ആളുകളെ ചിരിപ്പിക്കുന്ന ആളുകളാണ്. ഒരു സെഗ്മെന്റിൽ പോകണം. ഞാൻ സ്റ്റേജിൽ കൊണ്ട് പോയി ഞാൻ ആരെയും ചിരിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒരു ഷോയ്ക്കും പോകാറില്ല. എന്നെ അവിടെ ഷോയ്ക്ക് കണ്ടിട്ടുണ്ടോ? ഒരു വർഷത്തിൽ അപൂർവം, വല്ലപ്പോഴും. ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പൊ നമുക്ക് ഇന്റർവ്യൂല് വൈചേട്ടൻ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പോലെ വൈചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ആളുകൾക്കൊരു ചിരിച്ച് എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മാറും. ശരി, മാത്രമല്ല അതിനകത്തൊരു സന്ദേശം കൂടെ ഉണ്ട്. മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കുക. നമ്മുടെ മനുഷ്യൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പം നമ്മൾ ഒന്ന് തിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ പോലും നിർത്തി തരില്ല. ആ സമയത്ത് ആക്സിഡൻറ്റ് കൂട്ടും. അതായത് അവനെന്തോ ഒരു അഭിമാന പ്രശ്നം പോലെയാണ്. അവൻ നിർത്തിയിട്ട് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ അവനെന്തോ ഒരു ക്ഷീണം സംഭവിക്കുന്നില്ലാണ്. അതൊരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ്. ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ നിന്ന് നിർത്തി കൊടുക്കില്ല. ഇതൊക്കെ ചെയ്യണം. നമ്മൾ ജീവിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനായി മാറുന്നത്. ഇതൊക്കെയാണ് ഞാൻ ഇതൊന്നും പറഞ്ഞു തരാത്തതിൻ്റെ കാര്യം. അതാണ് ഉടനെ സിംഗിൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് അച്ചു അല്ലേ, ചിക്കുവും ബൈചേട്ടനോട് ഒറ്റയ്ക്ക് ഇൻ്റർവ്യൂ എടുത്തായിരുന്നു കഴിഞ്ഞാലേ. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നീ കുറിയൊക്കെ ഇട്ട് കാഷായ വേഷം നടക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. സിനിമ ആഗ്രഹിച്ചു വരുന്ന ആളുകൾക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗ്യം വാഴ കഴിഞ്ഞിട്ട് അതേ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ വീണ്ടും നമ്മൾ ആളുകളെ വിളിക്കല്ലേ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാ? അത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു. അതായത് ബിബിൻ നമ്മൾ എത്ര ചാൻസ് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു ചാൻസ് കൊടുക്കാൻ പറഞ്ഞാലോ അങ്ങനെ ഇല്ല എന്ന് പറയില്ല. നമുക്ക് നോക്കാം ചേട്ടാ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ പോലും ബിബിൻ ആ കഥ അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് ആൾക്കാരെ മാത്രമേ നോട്ടേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിൽ ഭയങ്കര അപ്ഡേറ്റാണ് ഇപ്പം സത്യം. ബിബിൻ ആക്യുറേറ്റാണ്, ഭയങ്കരമായിട്ട് കണ്ണിങ്ങായിട്ട് നോക്കുക. ഇന്ന ആളെ ഇതിനോട് ചെയ്യണം. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ വാഴയിലെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു മാറിയതാണ്. കാരണം വേറൊന്നുമല്ല, സിജുവിൻ്റെ അച്ഛനായിട്ട് അംഗീകരിക്കുമെന്ന് എനിക്കൊരു പേടിയായി. നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ജനങ്ങൾ അംഗീകരിക്കുമെന്നൊരു ഭയമായി. പക്ഷെ അത് മാറ്റിമറിച്ചു. അതുകൊണ്ട് അതിനുശേഷം ഇതിൽ എൻ്റെ അടുത്ത് സിജുവിൻ്റെ വാഴയിൽ പിന്നെ ഇന്നലെ വൈചേട്ടൻ തന്നെ പറഞ്ഞല്ലേ, നീ അനശ്വര അച്ഛനെയൊക്കെ ഓക്കെ, പക്ഷെ ആ ലുക്കൊന്നും ഇല്ലെന്ന്. അച്ഛൻ്റെ ചായയില്ല, അമ്മയുടെ ചായയില്ല, അമ്മയുടെ ചായയില്ല, രണ്ടുമില്ല. അവിടെ ചെറിയ ഷൂട്ടിന്റെ പുറത്ത് ചെറിയ സംസാരമൊക്കെ ഉണ്ടായി. എൻ്റെ മോളും അല്ല, അശ്വതിയുടെ മോളും അല്ല. ബൈച്ചേട്ടൻ എപ്പോഴും വീട്ടിലും കാണും ഇങ്ങനെ. കാരണം ബൈച്ചേട്ടനെ പോലെ ഇരിക്കുന്നത്. ഈ താടിയൊന്നുമില്ല, നല്ല രസമുണ്ടല്ലോ, നല്ല ടിപ് ടോപ്പ്. ഗംഭീര സ്റ്റാർസ് ആണ്, രസമായിരിക്കും. കൗണ്ടേഴ്സ് അവിടുന്ന് ഇവിടുന്ന് വരും. ശരിക്കും ഇപ്പൊ നിങ്ങൾ സംസാരിച്ച ഷൂട്ടിംഗ് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഇതേ സെറ്റിൽ കൂടെ വീണ്ടും ചെയ്തുകൊണ്ടാണ്. എങ്ങനെയാണ് നിങ്ങളുടെ സെറ്റിൽ കൗണ്ടർ ചിരിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ്. കാരണം സിനിമക്കാരും ശരിയായിരുന്നു. ആൾക്കാരുണ്ട് ഈ കാണുന്നതല്ല, കുറെ ആൾക്കാരുണ്ട് ഈ സിനിമയില്. നല്ല പ്രായമുള്ള അപ്പന്മാരൊക്കെ 300 പേര് അവിടെ
അതായത് നമ്മളിപ്പോൾ ഈ സിനിമയിൽ കണ്ട് ശീലിക്കാത്ത കുറേ മുഖങ്ങൾ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫേസസ്, നല്ല പ്രായമുള്ള അപ്പു, മറ്റേ കുറുപ്പപ്പൂവിനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ ആൾക്കാർ, പിന്നെ പല ഏജിലുള്ള ആൾക്കാരുണ്ട്. അവരുടെ സംസാരം കേട്ടിരിക്കാൻ തന്നെ രസമാണ്. നമുക്ക് മാറി ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല ആ ഷൂട്ട് ചെയ്യുന്നിടത്ത്. കാരവാനൊന്നുമില്ല, കാരവാനൊക്കെ ഫുഡ് ദൂരെ കിടക്കാം, എല്ലാവർക്കും ഒന്നിച്ച് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം നാച്ചുറലി നമ്മളെല്ലാവരും പരസ്പരം സംസാരിച്ചിരിക്കും. ഇന്നത്തെ കാലത്ത് മിസ് ചെയ്യുന്ന ഒരു കാര്യം അത് ഇതിന്റെ സിനിമയെ കുറിച്ച് കൂടെ ഗുണം ചെയ്യും നിങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത്. പിന്നെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കാര്യം. ഓരോരുത്തരെ നമുക്ക് കണ്ടു പഠിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ബൈച്ചേട്ടൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാനൊരു ഒരു ഷോട്ട് എടുത്തപ്പോൾ ബൈച്ചേട്ടൻ ആ ഷോട്ടിൽ ഇല്ല. ബൈച്ചേട്ടൻ സൈഡിൽ ഇരിക്കുകയാണ്, കഴിച്ചോട്ടെ വെറുതെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഒരു സാധനം ഞാൻ എടുത്തപ്പോഴത്തേക്കും ബൈച്ചേട്ടൻ ഡേ വാ എന്ന് പറഞ്ഞു, ടേക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇത്ര സ്പീഡ് എന്തിനാ എത്ര സ്പീഡിന് സംസാരിക്കുന്നത്, നീ ഇന്നലെയൊക്കെ നല്ലോണം ചെയ്തതാണല്ലോ. സ്പീഡിന് പറഞ്ഞാൽ ഡയലോഗ് വെറുതെ പഠിച്ച് പറഞ്ഞ കണക്കായി പോകും, അതിൻ്റെ അഭിനയം വരില്ല, കുറച്ചുകൂടെ സ്ലോ ആക്കി നിർത്തി പറയാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ബൈച്ചേട്ടനൊക്കെ പറഞ്ഞു. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു പണ്ട്. അതെ, സ്പീഡിൽ ഡയലോഗ് പറയുക, ഡയലോഗ് എങ്ങനെയെങ്കിലും പറഞ്ഞ് തീർക്കാൻ വേണ്ടി പണ്ട് സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്, തെറ്റാതിരിക്കാൻ വേണ്ടിയേ. അതെ അതെ. പക്ഷേ നമ്മളെ ജോലി ഡയലോഗ് തീർക്കുക. അപ്പോൾ അങ്ങനെ പിന്നീട് മനസ്സിലായി അത് അങ്ങനെയല്ല. ഇതിൻ്റെ ഇടയിൽ ഒരു അഭിനയം എന്ന് പറഞ്ഞൊരു പരിപാടി കൂടെ ഉണ്ട്. ഡയലോഗ് വെറുതെ പറയുക എന്നുള്ളതല്ല, ഡയലോഗിൻ്റെ അടുത്ത് നിർത്തുക, പിന്നെ അത് കഴിഞ്ഞുള്ള നോട്ടം ഉണ്ട് നോക്കുക. പണ്ട് ഇവർ പ്രശ്നം ഉണ്ടെന്നറിയാം, ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ലാഗ് വരും, പെട്ടെന്ന് പറയുക അത്. പണ്ട് ചില സിനിമയിലൊക്കെ പോകുമ്പോൾ അപ്പോൾ അതൊക്കെ ഇവിടെ മനസ്സിൽ കിടന്നിട്ടാണ് അങ്ങനെ കുറച്ച് പടങ്ങൾ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഡയലോഗ് സ്പീഡിൽ പറയുക. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, ഇപ്പോഴത്തെ പരിപാടിയാണ് കറക്റ്റ്. അതെ, ഇപ്പോൾ ബൈച്ചേട്ടനത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ബൈച്ചേട്ടൻ ഇല്ലാത്തൊരു ഷോട്ടാ. അപ്പം പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത് മാറ്റി പറഞ്ഞപ്പോൾ ഇപ്പം എന്ത് വൃത്തിയായി, ഇതേപോലെ പിന്നെ ഡബ് ചെയ്യാനൊക്കെ പാടല്ലേ അത് നുണക്കുഴിയില്ല ഷൂട്ടിങ് നടന്നു. അപ്പം വായിച്ചാൽ നമ്മളെല്ലാം കോമ്പിനേഷൻ. അപ്പോൾ ബേസിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ വന്നത്, നീ ഇതെങ്ങനെ ഡബ് ഇവിടെ? പക്ഷെ അവന് പറ്റും. നീ ഇതെങ്ങനെ ഡബ് ഇവിടെ? അതൊക്കെ ഞാൻ ചെയ്യും. എന്തൊരു സ്പീഡല്ലേ, ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഡയലോഗ് പറയുന്ന ആളവനാണ് ഇപ്പൊ മലയാള സിനിമയിൽ. അതുപോലെ നമ്മളൊന്ന് പറയുമ്പോൾ തിരിച്ച് 10 പറയുന്ന ആ ഒരു കോമഡി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്രയും അഭിനയിച്ചതിൽ ഒരു കോ ആർട്ടിസ്റ്റ് ആരായിരിക്കും ചോദിക്കുകയാണെങ്കിൽ? നമ്മളൊക്കെ തുടങ്ങി വന്നിട്ടല്ലേ ഉള്ളല്ലേ, ഇനിയൊക്കെ വേണം കോമഡി കൈകാര്യം ചെയ്യുന്ന സമയത്തൊക്കെ. അല്ല, കട്ടയ്ക്ക് അത് സംഭവം എന്തായാലും സ്ക്രിപ്റ്റിലുണ്ട്. അത് നമുക്ക് എന്തായാലും ഒരു റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം റിഹേഴ്സൽ എടുക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എന്തെങ്കിലും ഡയലോഗുകൾ അല്ലെങ്കിൽ എക്സ്പ്രഷനൊക്കെ ഇട്ട് തന്നെയാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കിടന്ന് ചിരിച്ച് ചിലപ്പോൾ ടേക്കിലും ചിരിക്കും. ബൈച്ചേട്ടൻ ചില സാധനങ്ങളൊക്കെ കുറേ സീനുണ്ട്, അപ്പോൾ അവിടെയൊക്കെ അത് പറഞ്ഞിട്ട് ബൈച്ചേട്ടൻ തന്നെ കിടന്ന് ചിരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളും ചിരിക്കും. ഒരു രസമാണ് അത്. അപ്പം ഇപ്പോൾ അതായത് ഇപ്പോൾ ബൈച്ചേട്ടൻ്റെ കൂടെ ഒരു രതീഷ് എന്ന് പറഞ്ഞ പേരുണ്ട്, രതീഷ് രോഹിണി എന്ന് പറയും. അപ്പോൾ ബൈച്ചേട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവന് ബൈച്ചേട്ടൻ്റെ ഇതാണ് കാവൽക്കാരനാണ്, അസിസ്റ്റൻ്റാണ്. പക്ഷെ അവന് ബൈച്ചേട്ടൻ്റെ അടുത്ത് ഇതിന് ഡയലോഗ് പറയാൻ പേടി. അപ്പോൾ ബൈച്ചേട്ടൻ എന്താണെന്നറിയാമോ, നീ എന്തിനാണ് പേടിക്കുന്നത്? ഇല്ലാട്ടാ പേടിക്കണ്ട, നിനക്ക് പേടി, എൻ്റെ ഫേസിൽ പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈച്ചേട്ടൻ എൻ്റെ അടുത്ത് കൊണ്ടാ ഒരു കാര്യം ചെയ്യും, റൈറ്ററിൻ്റെ പറഞ്ഞിട്ട് ഒരു ഗംഭീര ഡയലോഗ്. എന്നിട്ട് ബൈച്ചേട്ടൻ തന്നെയാണ് എഴുതി ഒരു ഗംഭീര ഡയലോഗ് എഴുതിയിട്ട് ഒരു അര പേജ് ഡയലോഗ് അവന് കൊടുക്കാൻ പറ. അവൻ പറയട്ടെ. പക്ഷെ അവൻ കേടിലായിട്ട് കാണാൻ പഠിച്ച് പറഞ്ഞ് ക്യാമറയോടൊന്നും പറഞ്ഞില്ല, വെറുതെ പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ ഡയലോഗ് എന്നിട്ട് അവൻ്റെ ഫേസ് ആണെന്നറിയാം, അത് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ കഥാപാത്രം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡയലോഗാണ്. അപ്പോൾ ആ കഥാപാത്രം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇവ ഇങ്ങനെ തയ്യാറെടുക്കണം അത് പറയാൻ വേണ്ടി. ഞാനൊരു കഥയുടെ ഒരു തുടക്കം പറയാം. ഒരു സെഗ്മെന്റ് ആണ്. അതിനും മിടുക്കരായിരുന്നറിയാം അവരാണ്. ഞാൻ തുടക്കമേ ഞാൻ പറഞ്ഞു നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ കഴിവില്ല, ആരെങ്കിലും എഴുതി തരുന്നത് നമ്മൾ ചെയ്യും. പക്ഷെ എഴുതാനും ഡയറക്ഷനും കഴിവുള്ളവരാണ് അവര്. തുടങ്ങും. രാജമൗലി അദ്ദേഹത്തിന്റെ അടുത്ത പാൻ ഇന്ത്യൻ പടത്തിൽ ഒരു പ്രധാന വേഷത്തിനായിട്ട് ബൈജു ചേട്ടനെ വിളിക്കാം. നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചാൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഹലോ, ആര്? സാർ, ഞാൻ രാജമൗലിയാണ്. നമ്മുടെ ഒരു പടത്തിലൊരു റോളുണ്ട്. എത്ര ദിവസത്തെ ഷൂട്ട് വരും? അതൊരു 4 ദിവസത്തെ. 4 ദിവസത്തെ. ഞാൻ അവിടെ ആരുമില്ലേ?
4 ദിവസത്തേക്കൊന്നും എന്നെ വിളിക്കണ്ട. അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ച് അഭിനയിപ്പിക്കുക. അല്ലാട്ട് അത് ചേട്ടൻ ചെയ്താലേ ശരിയാവുള്ളൂ. ചേട്ടന് വേണ്ടി ഞാൻ മനസ്സ് കണ്ടെഴുതിയാണ്. ശരി ശരി ശരി. അപ്പോൾ ഞാൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാം. ഒരു കാര്യം ചെയ്, ഫ്ലൈറ്റ് ടിക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. കഥ ഒന്ന് കേൾക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഇതിന്റെ ബാക്കി ഇനിയിപ്പോ ഞാൻ വോയിസ് പറയണ്ട. ഇപ്പൊ രാജമൗലി അവിടെ ഇരിക്കാണല്ലോ. രാജമൗലി ഫോൺ വെച്ചിട്ടിരിക്കും. ഡേയ് ഇതിപ്പോ ഞാൻ രാജമൗലിക്ക് ഡൗട്ടായി പോവില്ലേ? ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പടത്തെ രാജമൗലി വിളിക്കുമ്പോഴത്തേക്കും അപ്പുറത്തൊരാള് വേറൊരു പരിപാടി. രാജമൗലി തമ്മിൽ പോവും. രാജമൗലിക്കാരും പടം ഡ്രോപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഡയറക്ഷൻ നിർത്തി കളയും അതോടെ. രാജമൗലി ഒരിക്കലും എന്നെ വിളിക്കില്ല, അത് പോട്ടെ. ഞാൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തത്. ഞാൻ പറയും സാർ എന്ന് മുതലാണ് വേണ്ടത്, സ്ക്രിപ്റ്റ് കിട്ടിയാൽ നല്ലത്, തന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. സ്ക്രിപ്റ്റ് തന്നില്ലെങ്കിൽ ചിലപ്പോൾ അഭിനയം കുറച്ച് മോശമായിരിക്കും. ഏത് വേണോ നിങ്ങൾ തീരുമാനിക്കുക. കാശിൻ്റെ കാര്യമൊക്കെ പിന്നെ, കാശൊന്നും വലിയ വിഷയമല്ല, ഞാൻ പോവും അഭിനയിക്കാം. രാജമൗലി എന്ന് പറഞ്ഞാൽ ഞങ്ങളും ചാവുമൊന്നുമില്ല കേട്ടോ. അയ്യോ രാജമൗലി എന്നെ ഫോൺ ഉടനെ ഫോൺ എടുത്തിട്ട് രാജമൗലി എന്നെ വിളിച്ചാണ്, അത് ഞാൻ പറയുന്നില്ല ആരുടെ അടുത്ത്. ഞാൻ പറയാം. ഞാൻ പാലക്കാട് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തീർന്നാലേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പാലക്കാട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇവിടെ കുട്ടിക്കാലത്തൊരു ചെറിയൊരു ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഡേറ്റിൻ്റെ കാര്യം. അതായിരിക്കും രാജമൗലി ആയിരുന്നു അറിഞ്ഞുകൂടാ. രാജമൗലി വിളിക്കും ഫസ്റ്റ്. തിരിച്ച് അങ്ങോട്ട് സാധാരണ മ്യൂക്രിക്കാരാണ് രാജമൗലിയുടെ വോയിസിലൊക്കെ വിളിച്ച് പറ്റിക്കാറുണ്ട്. മ്യൂക്രിക്കാരൊക്കെ വിളിച്ച് പറ്റിക്കാറുണ്ട്. ആദ്യം അത് നോക്കും, പക്ഷേ മാന്യമായിട്ട് സംസാരിക്കും. ഓക്കെ സാർ, ചെയ്യാം സാർ. എന്നിട്ട് ഇത് ഞാൻ എവിടെ പോയി അന്വേഷിക്കും? ആരോട് പോയി ചോദിക്കും? പ്രവാസിനോട് ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കാലകേനോട് ചോദിക്കാൻ പറ്റുമോ? രാജമൗലിയുടെ നമ്പർ തരാം. എന്നിട്ട് ഇവർ കാര്യം ഫ്ലൈറ്റിൽ കയറിയൊക്കെ പോവും. എനിക്കോ? ഇവനാണെങ്കിൽ ഒറ്റയ്ക്ക് അഭിനയിക്കും രാജമൗലിയോട്. എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇനി പറ്റിക്കാനാണെങ്കിൽ പോലും എനിക്ക് അത് മതി. അത് കുറച്ച് നാളത്തേക്ക് പോകും, ഞാൻ ഹാപ്പി ആയിരിക്കും. അല്ല, ഞാൻ ഒരു 2-3 പ്രാവശ്യം ദിവസം ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം ഇവർക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ചുമ്മാ വരുന്നു, അവിടെ വന്ന് നിൽക്കുന്നു, കാണുന്നു. അതായത് നമ്മൾ ദർശനയുടെ അമ്മ ചേച്ചി അത് വന്നിട്ട് പറഞ്ഞ്, മോനെ പുതിയ പടം ഇത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബസ്സിന് സമ്മേതം അതിലേത് മോനെ? ഞാൻ പറഞ്ഞ ആൻറ്റിയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. എൻ്റെ മകനോ? അതൊരു ഇടയ്ക്ക് തിയേറ്ററിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചത് പടം ബസ്സിന് സമയത്ത്. അപ്പോൾ ചേച്ചി ചെയ്തത് ഞാനും അതിലൊരു ക്യാരക്ടർ ചെയ്തു. പക്ഷേ എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല. എനിക്കുള്ള ക്യാരക്ടർ ഷൂട്ട് ചെയ്ത സമയത്ത് വേറെ വീട്ടിലല്ലായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് പന്തളത്തുള്ള നാടാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഞാനാണ് ആൻറ്റിയുടെ മകനായിട്ട് അഭിനയിച്ചത്. അത് പരസ്പരം അറിഞ്ഞൂടായിരുന്നു. കണക്റ്റഡ് ആവും. ഇപ്പോൾ ഈ സിനിമയിൽ പറയുന്നത് നമ്മളിപ്പം ഒരു ഫോൺ കോൾ വരും. ചേട്ടാ ഇത് ഫോൺ വിളിക്കുന്ന സീനാണ്, ഓക്കെ. പക്ഷെ അത് ആരാണ് നമ്മൾ ചോദിക്കില്ല. ഹലോ, ആടാ അവിടെ വന്നിട്ട് അത് എത്ര മണിക്ക് എത്തും? ഓക്കെടാ, ഓക്കെ. സിനിമ കാണുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. ചിലപ്പോൾ മമ്മൂക്കായിരിക്കും. ക്യാരക്ടറിന്റെ പേര് മാത്രമേ പക്ഷേ മമ്മൂക്കായിരുന്നു കുറച്ചും കൂടെ. സിനിമ ഒരു നല്ല സിനിമയായിരിക്കും, തിയേറ്ററിൽ ആഘോഷപൂർവ്വം കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒരു സംസാരം കേൾക്കുന്നു. ഞാൻ കാത്തിരിക്കുകയാണ് സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ആശംസകളും നേരാണ് തിയേറ്ററിൽ കാണാൻ.